പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, നമ്മളും പ്രാക്ടീസ് ചെയ്യുക കുട്ടികളെ. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ മണിക്കൂറും നമ്മളെ സറൗണ്ടിങ്ങിനെ പറ്റി അവെയർ ചെയ്യുക. നമ്മൾ മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ മണിക്കൂറും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. നമ്മളിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരും. അപ്പൊ ആ നെഗറ്റീവ് ചിന്തകൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനും അത് നമുക്ക് അത് അവോയ്ഡ് ചെയ്യണം എന്ന് വെച്ചുകൊണ്ടേ ഇരുന്നാല് അത് വീണ്ടും വീണ്ടും വരും. നമ്മൾ കുരങ്ങന്റെ സ്റ്റോറി പറയുന്നത് പോലെ. പക്ഷെ അതല്ലാതെ നമ്മൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര ഹാപ്പിനെസ് കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എത്ര പോസിറ്റീവായി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മൾ ഓരോ മണിക്കൂറും നമ്മൾ അവെയർ ആവുക. നമ്മൾ ടൈം പോകുന്നത്, നമ്മൾ ഇന്നതാണ് ചെയ്യുന്നത്. ഇപ്പൊ മ്യൂസിക് കേൾക്കുവാണെങ്കിൽ മ്യൂസിക് കേൾക്കുവാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ റിലാക്സ് ചെയ്യുവാണെങ്കിൽ റിലാക്സ് ചെയ്യാണ്. അപ്പൊ ഒരു മണിക്കൂർ നമ്മളത് കഴിഞ്ഞു. ആ സമയത്ത് ഞാനിതൊരു ടൈം ടേബിൾ വെച്ച് ചെയ്യണം എന്നല്ല പറയുന്നത്. ടൈം അവെയർനെസ് നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ, അതായത് നമ്മൾ മാറ്റിവെക്കുന്നതിന് കാരണമാവുന്നതും ചിലപ്പോൾ നമ്മൾ ടൈമിനെ പറ്റി അവെയർ ഇല്ലാതെയാണ്. അപ്പൊ നമ്മൾ ഇന്നത് ചെയ്തിട്ട് ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. അങ്ങനെ ഒരു ഇത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ യൂസ്ഫുൾ, നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയും അത് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ചെയ്യാം, നല്ല ബുക്സ് വായിക്കാം, നല്ല ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലിമിറ്റഡ് സോഴ്സ്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ മോട്ടിവേഷൻ ടോക്ക് കേൾക്കാം. അപ്പോൾ നമ്മളെ ടൈം നമ്മൾ നെഗറ്റീവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ക്വിക്ക്ലി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും, ഇതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ആ ഒരു സർക്കിളിലേക്ക് നമ്മൾ കുട്ടികളെയും കൂട്ടുകയും ചെയ്യുമ്പോൾ അവരുടെ ടൈമിന്റെ വാല്യൂ, അവരിൽ പോസിറ്റീവ്നെസ്, അവർ പഠിക്കാനുള്ളതാണെങ്കിൽ പഠിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക, ആ ഒരു രീതിയിൽ പോവുകയും നെഗറ്റീവ് ചിന്ത നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്ലാനിങ്ങോടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു കാര്യം മെയിൻലി പറയാനുള്ളത്, ശരിക്കും കുട്ടികളിൽ ഒരു ഐഡിയ ഉണ്ടാക്കണം. നമ്മൾ ഒരിക്കലും പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ ഒരിക്കലും ഒരു സിറ്റുവേഷൻ, ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ പലപ്പോഴും നമ്മൾ കുട്ടികളെ മുന്നിന്നായാലും നമ്മളായാലും പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മൾ അവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പരസ്പരം കുട്ടികളെ മുൻപെന്നും കുട്ടികൾ അത് ഇല്ലാതിരിക്കാനുമാണ്. നമ്മൾ പറയാറുണ്ട്, ഗ്രേറ്റ് പീപ്പിൾ ടോക്ക് അബൌട്ട് ഐഡിയാസ്. അതായത് അങ്ങനെ ഉണ്ടായ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സ്ത്രീധനത്തിന്റെ കാര്യം വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാവുന്ന ഒരു ആചാരമാണ്. ഇപ്പൊ നമ്മൾ പറയാം, അവര് സ്ത്രീധനം മേടിച്ചു, അവര് കൊടുത്തു, അത് എന്ന് പറയും. പക്ഷെ സ്ത്രീധനം എന്നുള്ള ഒരു ആശയത്തെയാണ് നമ്മൾ അവിടെ എതിർക്കേണ്ടത്, അല്ലാണ്ട് സ്ത്രീധനം കൊടുത്താണ്. അങ്ങനെ ഒരു ആശയം നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ രണ്ടാമത് ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, സ്ത്രീധനം എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ അവരൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ബ്ലെയിം ചെയ്യാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നമ്മളെ സമൂഹത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇനിയും നമ്മൾ ഉയർന്നിട്ടില്ല. അപ്പൊ ആ ഒരു ഇതിന് ഒരിക്കലും ബേസിക്കലി നമ്മൾ ആ ഒരു പേഴ്സണെ നമ്മൾ അവിടെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ അവിടെ ആ പേഴ്സൺ അല്ല അതിന് കാരണം. അത് നമ്മളെ സമൂഹവും നമ്മൾ ഇത്രയും കാലത്തെ ഒരുപാട് ചിന്താഗതിയുമാണ് കാരണം. ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഡിസ്കഷൻ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുകയും നമ്മൾ അത് കുട്ടികളിലേക്ക് വരികയും ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം, ഡിസ്ക്രിമിനേഷൻ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് വേറൊരു റേസ് ആകുമ്പോൾ അല്ല നമ്മളിലും ഉള്ള ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് വേറൊരു പുതിയൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ എന്താ പറയാ, വേറൊരു റേസിലുള്ളവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുരുഷ സ്ത്രീ വിവേചനം ഇത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് എങ്ങനെ ഉയരാൻ പറ്റും എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റണം. അതിന് മേലെ നമ്മൾ ചിന്തിച്ച് അതിനെങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ബേസിക്കലി ആ ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു പേഴ്സണെയോ അല്ല നമ്മൾ അവിടെ ഇത് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ കുട്ടികളാണ്, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അപ്പൊ നമ്മൾ ഓരോരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ നിന്ന് വളരുന്ന 2 കുട്ടികളായിരിക്കാം. അപ്പൊ ഈ ആശയങ്ങളൊക്കെ നമ്മൾ ദിവസവുമുള്ള ചിന്തകളിലും നമ്മുടെ ഡിസ്കഷനിലും നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു സമയം കണ്ടെത്തി അച്ഛനും അമ്മയും കുട്ടികളിൽ ഇരുന്ന് ആനുകാലിക പ്രസക്തിയുള്ള സംഭവങ്ങളും, എന്തുകൊണ്ടാണ് ഇപ്പൊ ആ കുട്ടി മയക്കുമരുന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ കൊന്നത്, എന്താണ് സാഹചര്യം, എങ്ങനെയായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്, എമ്പതി എന്തുകൊണ്ടില്ല, ആ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കുട്ടികളിൽ
ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉള്ളതും സമൂഹത്തിന് ഒരു കുറച്ചും കൂടെ വലിയ രീതിയിൽ കാണാനുള്ള ഒരു ചിന്താഗതി നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഞാൻ ഒരുപാട് ഇങ്ങനെ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാല്. ഓഫ് കോഴ്സ് നിങ്ങളിലും കുറെ പേർക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഇപ്പോ അച്ഛനും അമ്മയും കർഷകരായിട്ടുള്ള ഒരു കുടുംബമാണെങ്കിൽ അവിടെ ഉള്ള ഒരു കുട്ടിയുടെ ടെക്നിക്കൽ നോളജ്, ഇപ്പോ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെയൊക്കെയുള്ള നോളജുകള് ആ കൃഷിയുടെ കാര്യങ്ങൾക്കായിട്ട് അവർക്ക് ഉപകരിക്കണം എന്ന് പറഞ്ഞ മോനെ, ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നീ അതൊന്ന് വിൽക്കാനായിട്ട് സഹായിക്കുക, കൂടുതൽ പേരെയൊക്കെ ഒന്ന് അറിയിക്കുക, ഗുണഗണങ്ങൾ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് ഇതിലൊക്കെ കുറച്ചും കൂടി ഒക്കെ ഇൻവോൾവ്മെന്റ് വരുന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം നീ വാ എന്റെ കൂടെ വന്ന് കൃഷി ചെയ്യേ, തൂമ്പെടുത്ത് കളക്കേന്നൊന്നും പറഞ്ഞാൽ അവർ വരാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. അത് ശരിയാണ്. അതെ അതെ, അങ്ങനെയാണ് നമ്മൾ ന്യൂ ടെക്നോളജീനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് അങ്ങനെ തന്നെയാണ്. ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ പോയിന്റ് ഓഫ് എനിത്തിങ്. അതായത് നമ്മൾ വളരെയധികം സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് ആശയവിനിമയം അമ്മയും അച്ഛനും കുട്ടികളും മാത്രമല്ല, മറ്റൊരാളോടും സംസാരിക്കാനുള്ള എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഒരു ആർട്ടാണ്. അത് നമ്മൾ പഠിച്ചെടുത്തേ പറ്റൂ. അതിൽ നമ്മൾ സ്വായത്തമാക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പല രീതിയിലും പല സ്ഥലങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് നമ്മളെ പാരന്റ്സ് റോൾ മോഡൽ ആവുക എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമാണ്. അതുകൂടാതെ തന്നെ പാരന്റ്സിനും എക്സ്പോഷർ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ കർഷകരായവരൊക്കെ അവരുടെ ലിമിറ്റഡ് സർക്കിളിലാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുമ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാവർക്കും ഇൻഫർമേഷൻസ് പല രീതിയിലും കളക്ട് ചെയ്യാലോ. ഇനിയത്തെ കാലത്ത് ഇപ്പോ ഈവൻ കർഷകർ പോലും എഡ്യൂക്കേഷൻ ഇല്ലാത്തവരല്ല. ഇനിയത്തെ കർഷകർ എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡ് ഓഫ് ഏർണിങ് മണി അല്ലെങ്കിൽ ലൈഫ് നമ്മളെ ആ ഒരു രീതിയിലാക്കി എടുക്കുന്നവരാണ്. അപ്പൊ അവരും ഇന്ന് വളരെ മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അവരുടേതായ രീതിയിൽ അവര് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ പാരന്റിങ്ങിനെ പറ്റിയും സമകാലിക എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ലൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് കുട്ടികളിൽ നമ്മൾ ഇൻകൾട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് ഒരു പോസിറ്റീവ് എൻവയറമെന്റ് ഉണ്ടാക്കുക. ഒരു നെഗറ്റീവ് എൻവയറമെന്റ് എല്ലാ രീതിയിലും നമ്മൾ ഇത് ചെയ്യുക. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്ട്സ്, ഫൈറ്റ്സ്, പ്രശ്നങ്ങള് അതില്ലാണ്ടായിരിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ, നമ്മൾ എന്താ പറയാ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഫാമിലി ടൈം, പിന്നെ അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം ചെയ്യുക, ഹെൽത്തി ഫുഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. ഹെൽത്തി ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഹെൽത്തി ഫുഡ് എന്താണ് അതിന്റെ ഗുണങ്ങളെന്നും കൂടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളിൽ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് പിന്നെ എന്താ പറയാ, ഭക്ഷണ കാര്യങ്ങളിൽ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല. നമുക്ക് ഇപ്പൊ പുറത്തു പോകാനും കൂടെ ജങ്ക് ഫുഡും എന്താ പറയാ ക്യാൻസർ ഇതൊക്കെ വരുന്നൊരു പുതിയ കാലഘട്ടമാണ്. അപ്പൊ നമ്മള് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ക്രീൻ ടൈമിൽ നമ്മൾ പാരന്റ്സ് എത്രമാത്രം പ്രോ ആക്റ്റീവായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണ കാര്യങ്ങളിൽ. ഹെൽത്തി ഫുഡിനെ പറ്റി എസ്പെഷ്യലി നമ്മൾ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ ഹെൽത്തി ഫുഡും അതിൽ എന്താണ് ഈ നമ്മൾ പറയുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതിന്റെ കാര്യങ്ങൾ അത് ഏതൊക്കെ ഫുഡിലാണെന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതോടെ തന്നെ അവരോടും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക. എന്താണ് ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട പോസിറ്റീവ് കാര്യങ്ങളാണ്. കുട്ടികളുടെ, ഞാൻ പറഞ്ഞില്ലേ, മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യവും കൂടെയാണല്ലോ അങ്ങനെ ചിന്തിക്കുമ്പോൾ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ്. നമസ്കാരം. എന്റെ പേര് ജയശ്രീ. എന്റെ കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞു. അപ്പോ ഞാൻ അവരിൽ നിന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാല്, കുട്ടികളെ നമ്മള് അച്ചടക്കത്തോടെ വളർത്തണം എന്ന് വിചാരിക്കുന്നതല്ലാതെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല. അതായത് അവര് പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം നമ്മൾ ഒരിക്കലും കാണിക്കാറില്ല. നമ്മൾ അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നതല്ലാതെ കുട്ടികളെ ലിസൺ ചെയ്യുന്നില്ല. അപ്പൊ അത് അവർക്ക് വളരെയധികം മാനസികമായിട്ട് അവർക്ക് ഡിപ്രസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ അവർ സ്വയം
അതിനുള്ള നമ്മൾ കേൾക്കാത്തത് കൊണ്ട് അവര് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവര് ഇൻഫർമേഷൻ സ്വയം എടുത്ത് അവരെ ഉണ്ടാക്കി എടുക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മളിപ്പം ദിവസവും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും കുട്ടികളുടെ കൂടെ ഇരിക്കാനും അവരെ കേൾക്കാനും അവർക്ക് കേട്ടിട്ട് അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും ശ്രദ്ധിച്ച് കേൾക്കാനും തയ്യാറാവുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ജനറേഷൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഇതിനിടയിൽ ആ പോയിന്റ് പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, കുട്ടികളിൽ 5 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, 5 പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എസ്പെഷ്യലി ചെറിയ കുട്ടികൾ, അപ്പൊ നമ്മളൊരു നല്ല ഐ കോണ്ടാക്റ്റും ഒരു ഹഗ്ഗിങ്ങും കൊടുക്കുക. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു നല്ലൊരു ഐ കോണ്ടാക്ട്, ഹഗ്ഗിങ്, ബൈ, ബി സേഫ്, ആ ഒരു രീതിയിൽ. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോ ആ ഒരു ഐ കോണ്ടാക്റ്റും അവരെ കേൾക്കാനൊന്ന് റെഡി ആവുക, അത് ചെയ്യാം. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇതാണ് ഇത്രയും പോയിന്റ്സ്, ഇതെല്ലാം കീ പോയിന്റ്സ് ആണ് കുട്ടികളുടെ ലൈഫിൽ. ഈ സമയത്ത് നമ്മൾ അവരെ ശ്രദ്ധിക്കുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുള്ള നമ്മൾ ഒരു സിറ്റുവേഷൻ ആക്കി കൊടുക്കുകയും ഈ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും അവരെ കൂടെ ഏതെങ്കിലും ഒരു പാരന്റ് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന വളർച്ച എന്ന് പറയുന്നത് അവരെ നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരാൻ വളരെയധികം സഹായിക്കും. കൂടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ആ അരമണിക്കൂർ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഫുഡിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ ഇപ്പൊ. അപ്പോ അതില് കുറച്ച് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പോ കുട്ടികളെയും കൂടി നമ്മുടെ വീട്ടില് ഫുഡ് തയ്യാറാക്കാനായിട്ട് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർ വളരെ ഇൻവോൾവ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് യൂട്യൂബിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാക്കുന്ന പുതിയ ഫുഡുകളൊക്കെ എന്തൊക്കെയാ മോനെ, അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ, പച്ചക്കറികളും സാധനങ്ങളും എല്ലാം നമ്മൾ വാങ്ങി കൊടുക്കുക. അപ്പൊ അവരതെല്ലാം ഉണ്ടാക്കാനും അത് കഴിക്കാനും ഒക്കെ നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ കുറെ ഫാമിലി ടൈം നമുക്ക് കിട്ടുകയും ചെയ്യും, അവരും എൻജോയ് ചെയ്യും. സ്ക്രീൻ ടൈം നമുക്ക് അങ്ങനെ കുറക്കാൻ പറ്റും. നമ്മളും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റും. അവരിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ആ കുട്ടികൾ ഫ്യൂച്ചറിൽ എന്തായാലും പാരന്റ്സ് ആവും, ഫാമിലി പേഴ്സൺ ആവും. അപ്പൊ അവർക്ക് കുക്കിംഗ് അറിഞ്ഞേ പറ്റൂ. അപ്പൊ ആ ഒരു രീതിയിൽ അവരിൽ നമ്മൾ എപ്പോഴും ചെറുതാമ്പം പഠിക്കുന്നതാണ് കൂടുതൽ എപ്പോഴും നമുക്ക് കൂടുതൽ ഇതുണ്ടാവും. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. കുട്ടികളിൽ എങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ എന്താ സംസാരിക്കുക, നമ്മളൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസങ്ങളിലെ കാര്യം കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഒന്നിച്ച് യാത്രയ്ക്ക് പോവാം. ഇപ്പൊ ഞാൻ പറയാം, ഒരു 2 മാസമെല്ലാം കൂടുമ്പോൾ നമുക്കൊരു ട്രിപ്പ്, ഒന്നും വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും വേണ്ട, എല്ലാവരും കൂടെ നമ്മളൊരു ഈവൺ ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു റിവർ സൈഡിലോ എങ്ങനെ പോവാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു മൂവിക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫാമിലി ഒന്നിച്ച് ചെയ്യുമ്പോൾ ഫാമിലി ടൈമും ഫാമിലിയിലെ ആ ടുഗദർനെസ്സും എല്ലാം വളരെ ഇതാവും. പിന്നെ നമുക്ക് ആ ഒരു പലപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാളും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ എടുത്തി പറഞ്ഞതുപോലെ തന്നെയാണ്, ആ സമയത്ത് നമുക്ക് പലപ്പോഴും ഇങ്ങനെ ടൈം വെച്ചിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളതും പറയാ. ഇപ്പൊ നമ്മൾ എത്രമാത്രം പ്ലാൻ ചെയ്ത് ടൈം, ഇന്നത്തെ കാലത്ത് പ്ലാൻ ചെയ്താലേ അത് നടക്കുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇത്ര സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ നമ്മൾ ലീവ് എടുത്തിട്ടായാലും നമ്മൾ പുറത്തു പോകും എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവും. കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതുമായുള്ള കാര്യമാണ്. അത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഡോക്ടർ ഗിരിജ മാഡം വളരെ നന്നായിരുന്നു കേട്ടോ ക്ലാസ്. ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയില് മനുഷ്യര് മാത്രല്ല, മൃഗങ്ങളും ഉണ്ട്, പക്ഷികളുണ്ട്, ചെടികളുണ്ട്. അതിന് കൂടി ഒരു അവയർനെസ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അത് അവരുടെ മാനസികാരോഗ്യം കൂട്ടാനായിട്ട് വളരെയേറെ സഹായിക്കും. അപ്പൊ ദിവസം കുറച്ചു നേരമെങ്കിലും നമ്മൾ കുട്ടികളെ പുറത്തേക്ക് നോക്കി ചുറ്റിലും കാണാനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക്. അത് ഭയങ്കര ഇപ്പൊ പറഞ്ഞ പോലെ കുക്കിങ്ങിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കൃഷിയിലും അവരെ ഇൻവോൾവ് ചെയ്യാം. നേരത്തെ എനിക്ക് തോന്നുന്നു ഭക്ഷണം എവിടുന്ന് വരുന്നു, പാല് എവിടുന്ന് വരുന്നു,
പാല് അതെ, തരുന്നത് പശുവാണ്. അപ്പൊ പശു എന്താണ്, അതിനെ കുറിച്ച് കൂടി കുറച്ചൊരു, നമ്മള് മനുഷ്യര് മാത്രമല്ല ഭൂമിയില് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു അതെ, ജീവജാലം അതെ, അതെ, അതെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് അടുത്ത്. ബേസിക്കലി ഇപ്പൊ റീസെന്റ് സ്റ്റഡീസ് ഒക്കെ കാണുന്നത് ഈ പൂച്ച, പട്ടി ഇതൊക്കെ നമ്മൾ ആൻസൈറ്റി കുറക്കും, ഹാർട്ട് അറ്റാക്കിന്റെ ഇത് കുറക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കുട്ടികളിൽ എമ്പതി ഉണ്ടാവുക. പിന്നെ പലപ്പോഴും നമുക്ക് ഇപ്പൊ അറിയാലോ, ന്യൂക്ലിയർ ഫാമിലി ഒക്കെയാണ്. ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനോ അവർക്ക് സമയമില്ല, അല്ല ആൾക്കാരില്ല. അപ്പൊ ആ സമയത്ത് നമുക്കൊരു വീട്ടിലൊരു പെറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോ പൂച്ച അല്ലെങ്കിൽ പട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുറച്ചൊരു തൊടി ഉണ്ടെങ്കിൽ അവിടെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ അത് വളരെയധികം നല്ലൊരു പോയിന്റ് ആണ്. അത് മാനസിക വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവരെന്ത് തന്നെയായാലും ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് വരുന്നത്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ മിസ് ചെയ്ത പോയിന്റ്സ്. വളരെ വളരെ നമുക്ക് വളർത്താം. ഒരു പോട്ടിൽ നമുക്കൊരു ചെടിയെ വളർത്താനും നമുക്ക് അതെ, പറ്റും. അതെ, ഒരു അതെ, ഏത് അതെ, ഇതിലാണെങ്കിലും ഒരു മുറിയിലാണെങ്കിലും നമുക്ക് വളർത്താനായിട്ട് പറ്റും. അതെ, അതെ, അതെ. കാര്യം കൂടി ചെറിയ കാര്യമാണ്, എന്നാലും അല്ല, വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ വളരുന്ന സാഹചര്യം നമ്മൾ പറ്റുവാണെങ്കിൽ കുട്ടികളെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാൻ പറ്റണം നമുക്ക്. അതായത് ഫംഗ്ഷനൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് കാണുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ഞാൻ ഇവിടെ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും അതേപോലെ അതായത് പാരന്റ്സ്, കുട്ടികൾ, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ എന്റെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ നാട്ടിലുള്ള ഏജ്ഡ് ആയ ഒരാൾക്കാരുമായിട്ടൊന്നുമില്ല. അപ്പൊ ഈ ലോകത്തെ നൈമിഷികതയെ പറ്റിയിട്ട് അവർക്ക് വളരെ കുറച്ചേ അറിവുള്ളൂ. പക്ഷെ ശരിക്കും നാട്ടിലാവുമ്പോഴൊക്കെ ഞാൻ പറയാണ്, കുറച്ചും കൂടി കുട്ടികളെ കുറച്ചും കൂടി ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വളരെ ക്ലോസ് ആയ എന്റെ നൈബേഴ്സ് മരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കര വിങ്ങലാണ്. കാരണം ഞാൻ അവരെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത്. അപ്പൊ അവരില്ലാതായിരിക്കും എന്ന് പറയുമ്പോ എനിക്ക് കുറച്ചും കൂടെ ലൈഫിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ ജീവിതം എന്നുള്ള. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡോക്ടറാണ്. എന്റെ ഒരു പേഷ്യന്റ് മരിക്കുമ്പോ ഓക്കെ, അയ്യോ സക്സസ് ആയില്ല, അത് മരിച്ചുപോയി, ആക്സിഡന്റ് ആണ്, അത് ഒന്നും ചെയ്യാനില്ല. എന്റെ മനസ്സിലത് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒരു അരമണിക്കൂർ എനിക്ക് ആ വിഷമമുള്ളൂ, പിന്നെ ഞാനത് മറന്നു പോകും. പക്ഷെ എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത് എന്നെ അത്രയും ടച്ച് ചെയ്ത ഒരാള്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു സബ്റ്റിൽ പോയിന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഈ ലോകത്തെ നൈമിഷികത മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളെ ക്ലോസ് ആയവരില്ലാതാവുമ്പോഴാണ്. എന്റെ മുത്തശ്ശി മരിക്കുമ്പോ എനിക്ക് അവരെ മിസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, അവര് ഒരു കാലത്ത് നമ്മളും മരിക്കാൻ പോവാണ്, ഇതേപോലെ നമ്മളും ഇല്ലാണ്ടാവും എന്നുള്ള ഒരു നഗ്ന സത്യം നമ്മൾ മുന്നില് അവരില്ലാണ്ടാവണം. പക്ഷെ ഇന്നത്തെ കുട്ടികളിൽ എനിക്ക് തോന്നുന്നത് ഇന്ററാക്ഷൻ വിത്ത് ഓൾഡ്, അതായത് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് വളരെ വളരെ കുറച്ച് ഇന്ററാക്ഷൻ ഉള്ളു. അത് നമ്മൾക്ക് കൂട്ടാനാണ് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇതുപോലെയുള്ള കൂട്ടായ്മകള്, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, കുട്ടികളെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് തന്നെ നമ്മൾ റിലേറ്റീവ്സിന്റെ കൂടെ കൊണ്ടുപോവുക, ഇതൊക്കെ പറയാം. അപ്പോ ബേസിക്കലി അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ശരിക്കും